കാണാനില്ലെന്ന് കുടുംബം. ലീല ധരിച്ചിരുന്ന സ്വർണ്ണമാലയും കമ്മലുകളും കാണാനില്ല. 4 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കാണാതായതായി സഹോദരൻ ശിവദാസൻ. MS അനീഷ് കുമാർ തന്നെ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഈ സംസ്കാര ചടങ്ങിൽ എത്തിച്ചപ്പോഴാണോ ഇവരിത് തിരിച്ചറിഞ്ഞത്? ഇതെപ്പോൾ നഷ്ടപ്പെട്ടതാകാനുള്ള ഒരു സാധ്യതയൊക്കെയാണ്? വിവരം എന്താണ്? അപർണ, നാടിനൊന്നടങ്കം ഞെട്ടിക്കുന്ന ദുരന്തമാണ് ഈ കൊയിലാണ്ടിയിൽ നടന്നത്. അതിനുശേഷം 3 പേർക്കാണ് അങ്ങേറ്റം ഗുരുതരമായ പരിക്കുകൾ പറ്റി, അല്ലെങ്കിൽ മരണാസന്നരായി തന്നെയാണ് 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതിൽ രാജൻ, അമ്മുക്കുട്ടി, ലീല എന്നിവരുൾപ്പെടെയുള്ളവരാണ് മരിച്ചത്. ഇവരെ കൊയിലാണ്ടിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ ലീലയുടെ കൈകളിലെ വളകൾ മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് കുടുംബം കണ്ടെത്തിയിരിക്കുന്നത്. മാല അടക്കമുള്ള മറ്റ് 4 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ ലീലയുടെ ശരീരത്തുണ്ടായിരുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ഈ ആഭരണങ്ങൾ ശരീരത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ച് കൊണ്ടുവരുമ്പോൾ ഈ സ്വർണ്ണാഭരണങ്ങൾ ശരീരത്തില്ല എന്നാണ് പറയുന്നത്. ഏത് ഘട്ടത്തിലാണ് ഈ ആഭരണങ്ങൾ മോഷണം പോയത് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് കുടുംബം പറയുന്നത്. ലീലയുടെ സഹോദരൻ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങേയറ്റം ഗൗരവതരമായി തന്നെയാണ് പോലീസ് ഇക്കാര്യത്തെ കാണുകയും ചെയ്യുന്നത്. കേവലം സ്വർണ്ണാഭരണം നഷ്ടമായി എന്നതിലുപരി ഒരു മൃതദേഹത്തോടാണ് ക്രൂരത കാട്ടിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ അത്യാഹിതങ്ങൾ നടക്കുമ്പോൾ മോഷണം നടത്തുക എന്നത് അങ്ങേയറ്റം നിന്ദ്യമായൊരു കൃത്യം കൂടിയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവും. ഏത് തലത്തിൽ വെച്ചാണ് ഈ ആഭരണം പോയത് എന്ന് കൃത്യമായി പരിശോധിക്കും എന്നാണ് പോലീസ് പറയുന്നത്. അപർണ.